നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്താണെന്നാണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളുടെ റിലേഷനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾ ഏത് പേഴ്സണെ ആണോ ഈ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് നല്ല ഒരു റീഡിങ്സ്, നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിവിടെ പറയാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കണമെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ലഭിച്ചിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് ശക്തമായിട്ട് രാഹു കേതു പ്രസൻസ് നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ റീഡിങ്സിനകത്ത്. അതായത് വല്ലാതെ ഇതിനെ ചുറ്റിച്ച്, അതായത് ഒരു കർമ്മ എനർജിയാണ്, അതായത് ഒരു പൂർവ്വജന്മ കർമ്മയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആഴത്തിൽ വിശ്വസിക്കുകയും അതിനേക്കാൾ ശക്തമായിട്ട് ദുഃഖിക്കേണ്ടി വരികയും തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കുക, തെറ്റായ ചില കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് സംഭവിക്കുക. അതായത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള, നിങ്ങളെ സംശയിക്കാൻ ഇടവരുന്ന പല കാര്യങ്ങളും റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അമിത ആവേശം കൊണ്ട്, എടുത്തുചാട്ടം കൊണ്ട്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ഈ വ്യക്തിയോട് തോന്നുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി കൊണ്ടൊക്കെ നിങ്ങൾ പല തെറ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ പോസിറ്റീവായിട്ട് നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് നേരെ ഒരു ആയുധം പോലെ വന്ന ഒരു സിറ്റുവേഷൻസൊക്കെയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ അവർ സംശയദൃഷ്ടിയോടുകൂടി തെറ്റിദ്ധരിക്കപ്പെട്ട സിറ്റുവേഷൻസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർവ്വജന്മ കർമ്മ ബേസിൽ വന്നൊരു ബന്ധമാണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിൽ ഇനിയും പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ട്. അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാത്തിൻ്റെയും ഒരു കാൽഭാഗം അരഭാഗത്തോളമാണ് കടന്നു പോയിട്ടുള്ളൂ എന്നുകൂടി നമുക്ക് എനർജിയിൽ വ്യക്തമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അവർക്ക് ഇമോഷണലി ഒരു നിരാശയുണ്ട്, മനസ്സുകൊണ്ട് അവർ വിഷമിക്കുന്നുണ്ട്, കുറ്റബോധ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഫേസ് ടു ഫേസ് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം അവർക്ക് നിങ്ങൾക്കും ഇടയിൽ വളരെ ശക്തമാകുന്ന ഒരു ബ്ലോക്കിംഗ് എനർജി, അതായത് അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചില സമയങ്ങളിൽ അവരുടെ ചിന്തകളെന്ന് പറയുന്നത് അവർക്ക് നിരാശയുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ നിരാശയേക്കാൾ ശക്തമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക എന്നതിനോട് ഒരു അസംതൃപ്തി, താല്പര്യക്കുറവ്. അതായത് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ അവർ ഒരുപാട് കുറവുകൾ കാണുന്നതായിട്ടുള്ളൊരു ഫീലിങ്സും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട്. ഫാമിലി പരമാകുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തോ നിങ്ങളുടെ പേരിലോ അവരുടെ ലൈഫിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കീഴ്മേൽ മറിഞ്ഞ ചില സാഹചര്യങ്ങളുണ്ട്. വളരെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ശരിക്കും ഇതിനകത്ത് ഭൂരിപക്ഷം ആളുകളും ബ്ലോക്ക് എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസും കിട്ടുന്നില്ല, എല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ എല്ലാ രീതിയിലും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ശക്തമാവുന്ന ഒരു ബൗണ്ടറി നിങ്ങൾക്കും അവർക്കും ഇടയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർക്കൊരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. മെയിനായിട്ട് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ, വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് വന്നു പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു ആ വ്യക്തിയോട് തോന്നിയ ഒരു വിശ്വാസം, സ്നേഹം, അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ എപ്പോഴും കൂടെ നിർത്തണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ബേസ് ചെയ്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ച് കുറച്ച് റെസ്പെക്റ്റ് എനർജിയിൽ നിൽക്കേണ്ട, കുറച്ച് മറ്റു വ്യക്തികളിലേക്കൊക്കെ ഫോക്കസ്ഡായി നിൽക്കേണ്ട ഒരു പേഴ്സണാണ്. കുറച്ച് പവർഫുള്ളായ, ഈഗോയിസ്റ്റിക്കായ, സെൽഫിഷ്
മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നും, അതായത് നല്ലൊരു പവർഫുള്ളായ വിൽ പവർ എനർജികൾ, അങ്ങനെ ഒന്നിലും പെട്ടെന്നൊന്നും അടിമപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകുക, അല്ലെങ്കിൽ ആ ഒരു ലോസ് എനർജിയിലേക്കൊന്നും വരാത്ത, വളരെ സ്ട്രോങ് ആയ, വളരെ ശക്തമാകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, പേഴ്സണാലിറ്റി, എനർജി ഉള്ള വ്യക്തിയെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാര്യം ഗൗരവത്തോടു കൂടി കാണാനും അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും പറയുന്ന വാക്കുകൾക്കൊക്കെ വ്യക്തതയൊക്കെ ഉള്ള പേഴ്സൺ തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ചില സമയത്ത് ഇമോഷണലി സ്നേഹമെന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങലിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ എനർജിയിൽ അവർക്ക് കുറ്റബോധമുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിരാശയുണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹത്തെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് തോന്നിയ ആ ഒരു അടുപ്പത്തിന് അവരൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്, മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം ആ ഒരു അൺകണ്ടീഷണലായ ഒരു സ്നേഹത്തിനെ അവർ വാല്യൂ കൽപ്പിക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് വല്ലാത്ത ഒരു കുറ്റബോധവും നിരാശയും, അതായത് നിങ്ങളോട് അവർ പെരുമാറിയ രീതികളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളാവാം. അപ്പം നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ അവർക്ക് നൽകിയ നിങ്ങളുടെ ഒരു പ്രസൻസിനെയും അവർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. ആ ടൈമിൽ അവർക്ക് വല്ലാത്ത ദുഃഖവും നിരാശയും കുറ്റബോധവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതേ നിമിഷത്തിൽ തന്നെ അവർക്ക് ആ ഒരു റിലേഷനിൽ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം അസംതൃപ്തിയും വരുന്നുണ്ട്. അസംതൃപ്തി മീൻസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ. ചിലരെ സംബന്ധിച്ച് മറ്റാരൊക്കെയും ഇതിനകത്ത് ഇടപെടേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായിട്ട് വെക്കേണ്ട പല കാര്യങ്ങളും പരസ്യമായി പോയിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ മനസ്സിനകത്ത് ഇവർക്ക് നിങ്ങളുമായിട്ട് ഫേസ് ടു ഫേസ് കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ താല്പര്യമില്ലാത്ത വിധം വല്ലാതെ ഒരു അസംതൃപ്തി ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെ അവരുടെ മനസ്സിൽ ഒരു ചീറ്റിംഗ് ഫീലിങ്സ് വരുന്നുണ്ട്. അതായത് അവരെ ചതിച്ചു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അവരെ ചീറ്റിംഗ് ചെയ്തോ, നിങ്ങളോട് തോന്നിയ വിശ്വാസം, നിങ്ങളോടൊപ്പം നിന്ന നിമിഷങ്ങളെ നിങ്ങൾ മിസ്യൂസ് ചെയ്തോ എന്നുള്ളൊരു ഫീലിങ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ, ബൗണ്ടറി ഇട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു ഇമോഷണലി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം പൂർണ്ണതയുള്ളതായിരുന്നു, പവിത്രതയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് കരുണ തോന്നുക. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തോ, നിങ്ങളെ ഒരു ഇമോഷണലി, അതായത് തകർത്ത് കളഞ്ഞോ, അതിന് നിങ്ങളെ ഒരു ഇരയാക്കപ്പെടാൻ കാരണമായോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അപ്പം രണ്ട് ഭാവങ്ങളിലാണ് ഇവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാഹു കേതു പ്രസൻസ് ഈ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് വന്നതാണ് ഇതിനെല്ലാം കാരണം. അതായത് ഒരു പൂർവജന്മ കർമ്മക്കടമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തളർന്നു പോവുക, അവരെ ശപിക്കുക, അല്ലെങ്കിൽ അവരോട് വെറുപ്പ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകണ്ട. കാരണം ഈ റിലേഷനിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുമ്പം പറയാൻ സാധിക്കുന്നൊരു കാര്യം, ഇത് ചില കർമ്മകടങ്ങളുടെ പ്രസൻസാണ്. നിങ്ങൾക്കും അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻഫുള്ളാകുന്ന, സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകളൊക്കെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ അത് അങ്ങനെ അവസാനിച്ച് തന്നെ പോകേണ്ടി വരും. അതിനകത്തൊരു പുനർജനനം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ടാവാതെ പോകാം. ചിലരുടെയൊക്കെ എനർജിയിൽ നിങ്ങളത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് സ്വീകരിക്കുന്നുവോ, ആ കർമ്മയെ, ആ ഒരു പ്രോബ്ലംസിനെ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നുവോ അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിക്കാനും യോഗമുണ്ടെന്ന് പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരിപ്പോൾ എല്ലായിടത്തും നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട്, പിടി തരാതെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. പക്ഷെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, ഇമോഷണലി അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, 24 hours ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അതായത് നിങ്ങൾക്ക് നല്ലത് വരാൻ അവരാഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വ്യക്തമായിട്ടും ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നീക്കങ്ങൾ, നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ ഇപ്പോൾ കറൻറ്റിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്
പോകുന്നതെന്ന് അറിയുവാൻ അവർ വല്ലാതെ ജിജ്ഞാസയുണ്ട്. അതുമാത്രമല്ല അവർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ നിങ്ങൾക്ക് പിടിതരാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നു. അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എങ്കിൽ പോലും അവരുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫാമിലി പരമായിട്ട് വളരെ നല്ല ഐക്യത്തോടു കൂടി പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇമോഷണലി ഒക്കെ ഇവരുടെ കൺട്രോളിൽ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ തല കുത്തനെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തൊക്കെയോ ലോസ് ഫീലിങ്സ് ഉണ്ട്. അതായത് ഒരു നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിലാവാം, കുറച്ച് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തുന്നതോ അവരെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതോ അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് എന്താണെന്നുള്ള ക്ലാരിറ്റി വരുത്താൻ ആവശ്യപ്പെടുന്നതൊക്കെയായ കുറേ കാര്യങ്ങൾ, ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ അവരുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ട്. ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന സിറ്റുവേഷൻസ്, നല്ല ഐക്യത്തോടു കൂടി നിന്ന ജീവിത സാഹചര്യം അവരുടെ തലകീഴായി മറിഞ്ഞ ഒരവസ്ഥ കാണുന്നുണ്ട്. ഫാമിലിക്കുള്ളിലും മറ്റു ബന്ധങ്ങൾക്കിടയിലും എല്ലാം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വ്യക്തി അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ആ വ്യക്തിയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് തോന്നുന്ന ഒരു അസംതൃപ്തി, ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളൊരു ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസ്, നിങ്ങളവരെ ചീറ്റ് ചെയ്തോ എന്നുള്ളൊരു തോട്ട്സൊക്കെ അവരിൽ വരുന്നത് തീർച്ചയായിട്ടും ഈ ബന്ധങ്ങളിൽ നിങ്ങളെ കണക്റ്റ് ചെയ്ത് തന്നെയാവാം വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരിക്കും അവർ വളരെയധികം നല്ല രീതിയിൽ പോയ, ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് പോയെടുത്ത് നിന്നും അവരുടെ ലൈഫിൽ ഇപ്പോൾ വലിയൊരു തകർച്ച, ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരെ പ്രശ്നങ്ങൾ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഭയം അവരെ പിന്തുടരുന്നുണ്ട്. അല്ലാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. കാരണം അവർക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്പം അവർ സ്വയം ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നൊരവസ്ഥയാണ്. അതാണ് അവരെല്ലായിടത്തു നിന്നും ബ്ലോക്കിങ്ങും ബൗണ്ടറിയും ഇട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് വളരെ ഈഗോയിസ്റ്റിക്കായി, അങ്ങനെ ആർക്കും മുമ്പിൽ മുട്ടുമടക്കുക എന്നല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓച്ചാനിച്ച് നിൽക്കുക, ഇതൊന്നും ഈ ഒരു പേഴ്സണ് യാതൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രൗഡായ ഒരു എനർജി ഉള്ള പേഴ്സണാണ്. സ്ട്രോങ് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ്. ഒരു തീരുമാനങ്ങളും എടുക്കുന്നില്ല. ഇപ്പം എന്തവസ്ഥയാണോ അങ്ങനെ തന്നെ പോകട്ടെ, വിധിയെ പോലും വിശ്വസിക്കില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അവർക്ക് നിരാശയുണ്ട്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളിൽ അവർ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു കൺഫ്യൂസ്ഡ് എനർജി, തെറ്റിദ്ധാരണയെ ചൊല്ലിയുള്ള ആ ഒരു നിരാശ അവരെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ആകെ അവർക്കൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. 6ന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആഗ്രഹം, അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ച് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ പ്രസൻസ്, ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് അനുയോജ്യമായ, എൻ്റെ രീതിക്കും എൻ്റെ ക്യാരക്ടറിനൊക്കെ അനുസരിച്ച് അനുയോജ്യമായ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആണ്. അപ്പോൾ ഈ വ്യക്തിയോട് ഒരുമിച്ച് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സിലേക്ക് അവരുടെ ചിന്തകൾ എപ്പോഴും പോകുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ, അവരുടെ ജീവിത സഖി, അല്ലെങ്കിൽ ജീവിതത്തിൽ വേണ്ട വ്യക്തി, പങ്കാളി എന്ന് ചിന്തിക്കുമ്പം അവിടെ നിങ്ങളുടെ ഫേസ് തന്നെയാണ് അവർക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ശേഷമേ മറ്റെന്തിനേയും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും സ്ട്രോങ് ആയ, പവർഫുള്ളായ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങളാണ്. കാലത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ കാലത്തിന് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ്, ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. എന്താണേലും നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇമോഷൻസ് ഉണ്ട്. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുത്ത ഒരു പ്രസൻസ്, സപ്പോർട്ട്, ഇതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ വെയിറ്റിംഗ് എനർജിയിലാണ്.
ജീവിതത്തിൽ ഇപ്പോഴത്തെ അവർ നേരിടുന്ന ആ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അങ്ങ് ഒതുങ്ങി കഴിയുമ്പം കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി വരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവരവരുടെ സമയത്തെ, സാഹചര്യത്തെ വിശ്വസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരൊരു പ്രൊട്ടക്ഷൻ എനർജിയിൽ അവരെ തന്നെ അവർ സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നിലേക്കും ഇറങ്ങിത്തിരിക്കാതെ, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാത്ത വിധം സ്വയം ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാം. ഇപ്പോൾ ഒന്ന് മാറി നിൽക്കാം. പിന്നീട് കാലം അനുകൂലമാകുമ്പോൾ, പ്രതിസന്ധികളൊക്കെ അവസാനിക്കുമ്പം, മറ്റെല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവർ മറന്ന് എല്ലാവരും ചേഞ്ച് ആകുമ്പം ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുക്കുക. അതായത് നിങ്ങളോടുള്ള ഇമോഷൻസിനെ അവർ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങളോട് അവർക്കുള്ള സ്നേഹം അവരെപ്പോഴും ഹൈഡ് ചെയ്ത് കീപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു അൺകണ്ടീഷണൽ, അതായത് ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അവരെപ്പോഴും ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു എന്നുള്ള എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയോ സമയങ്ങളിൽ അവർ ഒറ്റപ്പെട്ടു പോയതുണ്ട്. പാസ്റ്റിലെ കണക്ട് ചെയ്ത് നോക്കുമ്പം അവരെവിടേക്കോ ഒറ്റപ്പെട്ടു പോവുകയും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവരത് ഒരിക്കലും മറന്നു കളയുന്നില്ല. അത് വളരെ ഫാസ്റ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരണം. നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്കരികിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് അവരെ മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് വെല്ലുവിളികളെ ആണെങ്കിലും തടസ്സങ്ങളെ ആണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഈഗോയെ ആണെങ്കിലും എല്ലാം മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരണം എന്നവർ ശക്തമായിട്ട് ചിന്തിക്കുന്നു. കാരണം ഒരു സമയത്ത് നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ട് എനർജിക്ക് അവർ വാല്യൂ കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകേണ്ട ബന്ധമാണെങ്കിലും അവിടെ തടസ്സങ്ങൾ വരേണ്ടതായ ചില സമയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പൊരുത്തപ്പെട്ടു പോകേണ്ട, പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകേണ്ട ഒരു റിലേഷൻ തന്നെ ആയിരുന്നു നിങ്ങളുടേത്. പക്ഷേ അവിടെ പൊരുത്തക്കേടുകൾ വരിക എന്നത് കർമ്മ ബേസിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു കൺഫ്യൂഷൻ എനർജി അവിടെ വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്തത്. ഒരു പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവാം, വേറെ പ്രശ്നങ്ങൾ അവരെ കൂടുതൽ നിങ്ങളോടൊപ്പം നിന്ന സമയത്ത് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, പിടികൂടിയിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. എല്ലാം ഈ ഒരു വ്യക്തിക്ക് അതായത് മാനേജ് ചെയ്യാൻ പറ്റുമോ, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട്സൊക്കെ അവരുടെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താണേലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു, നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളോടൊപ്പം തന്നെ നിങ്ങളെയും കണക്റ്റ് ചെയ്ത ആ വ്യക്തി നിർത്തിയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റണം, അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റിംഗ് എനർജി അവർക്ക് തോറ്റു തരിക എന്നത് താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ തോറ്റു തരാൻ അവർക്ക് ഇഷ്ടമല്ല, തല കുനിക്കാൻ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ പേരിലും ഈ വ്യക്തിയുമായിട്ട് ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് മദർ എനർജിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ടിങ് കൊടുക്കുന്ന ഈ വ്യക്തിയോടൊപ്പം ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയോ ആയിരിക്കാം. അപ്പം നിങ്ങളെ നിർത്തിക്കൊണ്ട് മറ്റ് തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അതിനെ ചൊല്ലി നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ഫൈറ്റിങ്ങും ആ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് അവർക്ക് തോന്നിയ ഈഗോയും നിങ്ങളുടെ പൊസസീവ്നെസ് എന്നുള്ള ഒരു ഫീലിങ്സ്, നിങ്ങൾക്ക് അവരോടുള്ളത് ഒരു അതിര് കടന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എന്നുള്ളൊരു ഫീലിങ്സും ഒക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയ കാരണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്ന് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ പേര് നിങ്ങൾക്കും അവർക്കും ഇടയിലേക്ക് നിങ്ങളുടെ റിലേഷനിൽ വലിച്ചിട്ടു എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ആ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ റീഡിങ്സിൽ നോക്കാം, ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്താണേലും അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു, അവർ വെയിറ്റിംഗ് ചെയ്യുന്നു, അവർ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവർ ബൗണ്ടറി സ്ട്രോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവർ ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോയ വ്യക്തിയും കൂടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പൂർണ്ണതയില്ലാതെ, സംതൃപ്തി ഇല്ലാതെ, ഇത് വേണ്ട, ഇത് വല്ലാത്തൊരു ഭാരമാണ്, അതായത് ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് തോന്നി. അതായത് നിങ്ങൾക്ക് അവരുടെ ഒരു പ്രസൻസിന് കുറവ് വന്നപ്പം
നിങ്ങളവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസുകൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം. അവർക്ക് പെയിൻഫുൾ ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടോക്കിംഗ് സ്റ്റൈൽ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. അതുപോലെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ റിലേഷനിൽ ഇപ്പം അവർ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ മൂവ് ഓൺ ചെയ്തു എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവർ വളരെ ശക്തമാകുന്നൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. കാരണം അവരെ നിങ്ങളാണ് സ്നേഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരെ മനസ്സിലാക്കിയതെന്നുള്ളത് അവർ തീർച്ചയായിട്ടും അവരുടെ ചിന്തകളിൽ അവർ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ.